പ്രിയ സുഹൃത്തുക്കളെ, ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ മലയാള ഭാഷാ സാഹിത്യ പഠന വീഥി വീണ്ടും സജീവമാവുകയാണ്. നിങ്ങൾക്കറിയാം, മലയാളം മതിയാവോളം എന്ന ചാനൽ 2 വർഷത്തിലധികമായി ഒരുപാട് പേർക്ക് സഹായകമായി വർത്തിക്കുന്നു. വളരെ ഏറ്റവുമധികം നമ്മെ സന്തോഷിപ്പിക്കുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അതായത്, നമ്മുടെ ചാനലിലൂടെ വിനിമയം ചെയ്യപ്പെട്ട ആശയങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരവസരം കൂടി ഉദ്യോഗാർത്ഥികൾക്ക് വന്നിരിക്കുന്നു. മലയാളം ഐച്ഛികമായി എടുത്ത് പഠിച്ച് MA-യും അതുപോലെ തന്നെ നെറ്റും PhD-യും MPhil-ഉം എല്ലാം എടുത്ത് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന, മറ്റേതെങ്കിലും രീതിയിൽ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത ഒട്ടേറെ ആൾക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ, സംസ്ഥാന ഗവൺമെൻറ് കോളേജ് അധ്യാപക തസ്തികകളിലേക്ക് നിയമനം നടത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു 2 വർഷത്തിനുള്ളിൽ പ്രസ്തുത തസ്തികയിലേക്കുള്ള നിയമനങ്ങൾ നടക്കും. 48ഓളം പുതിയ തസ്തികകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതിൽ നിന്നും മലയാളം ഒഴികെയുള്ള മറ്റ് വിഷയങ്ങൾക്കാണ് ആ തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിലും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള വിരമിക്കൽ ഒഴിവുകളും അല്ലാതെയുള്ള പുതിയ കോഴ്സുകൾക്കനുസരിച്ചുള്ള ഒഴിവുകളും ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ മലയാളത്തിനും ഒഴിവുകൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ വരുന്ന വിജ്ഞാപനത്തിൽ മലയാളം അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കും വിജ്ഞാപനം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് വിജ്ഞാപനം വരുന്നതുവരെ കാത്തിരിക്കാതെ നമ്മൾ മുന്നൊരുക്കം തുടങ്ങേണ്ടതുണ്ട്. എനിക്കറിയാവുന്ന പലരും ഈയൊരു അവസരം ഇനി ഉണ്ടാകില്ല എന്ന് കരുതി പലപ്പോഴും പല മേഖലകളിലേക്ക് വഴിതിരിഞ്ഞ് പോയതായിട്ട് അറിയാം. എന്നാൽ ഇപ്പോഴും അധ്യാപന മേഖലയിൽ തുടരുന്നവരും ഉണ്ട്. എന്നാൽ പലപ്പോഴും താൽക്കാലികമായിട്ടോ അല്ലാതെയോ പ്രൈവറ്റ് മേഖലയിലോ ഒക്കെയാണ് അവർ ഇപ്പോൾ ജോലി നോക്കുന്നത്. ഏതായാലും അധ്യാപനം ഒരു ജീവിതമാർഗവും അതുപോലെ തന്നെ ഒരു ജീവിതചര്യയും പാഷൻ എന്ന് പറയുന്നത് പോലെ ആത്മാർത്ഥതയുടെ പര്യായമായി അധ്യാപനത്തെ കൊണ്ട് നടക്കുന്നവർക്ക് ഒരു സുവർണാവസരം കൂടി ലഭിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത് ആത്മാർത്ഥത, സിൻസിറിറ്റി. ആ ആത്മാർത്ഥത ആണ് ഒന്നാമതായിട്ട് വേണ്ടത്. ആർക്ക്? നമുക്ക് നമ്മളോടുള്ള ആത്മാർത്ഥത. മറ്റൊന്ന് ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ സിൻസിറിറ്റിയും സെൽഫ് കോൺഫിഡൻസ്, ആത്മാർത്ഥതയും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നുകൂടി ഉണ്ടാകും: കഠിനാധ്വാനം. ഈ ആത്മാർത്ഥതയും ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത്. അതുപോലെ തന്നെ കറണ്ട് നോളജ്, സമകാലിക വിജ്ഞാനങ്ങൾ ശേഖരിച്ച് അവ ഗ്രഹിച്ചു വയ്ക്കുവാനുള്ള നൈപുണ്യം, അതും ഉണ്ടാകണം. അതോടെ അങ്ങനെ പരിശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് മലയാളം മതിയാവോളം ചാനലിൽ നിന്ന് മതിയാവോളം ആശയങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. ഇനി വരും ദിനങ്ങളിലും വരും ആഴ്ചകളിലും സമയം കിട്ടുന്നതിനനുസരിച്ച് ജോലി തിരക്കിനിടയിലും ഞാൻ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങളുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അവരവരുടേതായ രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഒപ്പം വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും കമൻറ്റുകളും താഴെ രേഖപ്പെടുത്തി ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങളുടെ പഠനം സജീവമാക്കുക എന്ന് നിർദ്ദേശിക്കുകയാണ്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം.
ഞാൻ വേണ്ടുന്ന സഹായവുമായി ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ 99 46 36 72 46. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി.